സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലുമിനേഷൻ മോഡൽ ആൻഡ് ലൈറ്റ് സോഴ്സസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഒരു ഹിഡൻ സർഫസ് അൽഗോരിതം ഉപയോഗിച്ച് നമുക്ക് വിസിബിൾ സർഫസുകളെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ ഒരു ഷെയ്ഡിംഗ് മോഡൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ പർട്ടിക്കുലർ സർഫസിലെ കളറും ഇന്റൻസിറ്റിയും ഒക്കെ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ 3D സീന് റിയലിസ്റ്റിക് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ പർട്ടിക്കുലർ സീനിന്റെ അപ്രോപ്രിയേറ്റ് കളർ ആൻഡ് ഇന്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നെസസറി ആണ്. ഇലുമിനേഷൻ മോഡൽ ഓർ എ ലൈറ്റ്നിങ് മോഡൽ എന്ന് പറയുന്ന ഈ മോഡൽ ഉപയോഗിച്ച് നമുക്ക് ഒരു സിംഗിൾ സർഫസ് പോയിന്റിലെ ലൈറ്റ് ഇന്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനെ നമുക്ക് ഷെയ്ഡിംഗ് മോഡൽ എന്നും വിളിക്കാം. ഇലുമിനേഷൻ മോഡലിനെ നമുക്ക് ലൈറ്റ്നിങ് മോഡൽ എന്നും പറയാം. ചില സമയങ്ങളിൽ ഷെയ്ഡിംഗ് മോഡൽ എന്ന് വിളിക്കാം. ഇതുപയോഗിച്ച് ഒരു ഒബ്ജക്റ്റിന്റെ സർഫസിന്റെ ഒരു ഗിവൺ പോയിന്റ്, ആ ഗിവൺ പോയിന്റിലെ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സർഫസ് റെൻഡറിംഗ് അൽഗോരിതം ഇന്റൻസിറ്റി കാൽക്കുലേഷൻസ് ഉപയോഗിക്കുന്നു ഫ്രം ആൻ ഇലുമിനേഷൻ മോഡൽ. Components of illumination model: light sources and surface property. Light sources എന്നൊക്കെ വരുന്നത് type, color and direction of all the light source. Surface properties ഇതിൽ വരുന്നതായിരുന്നു reflectance, opaque or transparent, shiny or dull. അപ്പോൾ നമുക്ക് എന്ത് പറയാം, കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലെ ഇലുമിനേഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ ലൈറ്റ്നിങ് മോഡൽ അല്ലെങ്കിൽ ഷെയ്ഡിംഗ് മോഡൽ എന്ന് വിളിക്കാം. ഇതുപയോഗിച്ച് ഒരു ഒബ്ജക്റ്റിന്റെ സർഫസിന്റെ ഒരു പൊസിഷൻ, അതിന്റെ കളർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എന്താ പറയുന്ന, ആ ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിന്റെ ഇല്ലുമിനേറ്റഡ് പൊസിഷൻ ഓൺ ദി സർഫസ് കളർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്രോക്സിമേഷൻ ഓഫ് ദി ഫിസിക്കൽ ലോസ്. സർഫസ് റെൻഡറിംഗ് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് പിക്സൽ കളേഴ്സ്, ഒരു സീനിന്റെ പ്രൊജക്റ്റഡ് പൊസിഷൻസിന്റെ എല്ലാ പിക്സൽ കളേഴ്സ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ലൈറ്റ് സോഴ്സ്, എനർജി റേഡിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളെ നമുക്ക് ലൈറ്റ് സോഴ്സ് എന്ന് വിളിക്കാം. സൺ, ലാമ്പ്, ബൾബ്, ഫ്ലോറസെന്റ് ട്യൂബ് ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ലൈറ്റ് സോഴ്സുകളെ നമുക്ക് ലൈറ്റ് എമിറ്റിംഗ് ഒബ്ജക്റ്റ്, ലൈറ്റ് റിഫ്ലക്ടേഴ്സ് എന്നൊക്കെ വിളിക്കാം. ലൈറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് റേഡിയന്റ് എനർജി എമിറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ സൺ. അപ്പൊ ടോട്ടൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺട്രിബ്യൂഷൻ ഫ്രം ലൈറ്റ് സോഴ്സസ് പ്ലസ് കോൺട്രിബ്യൂഷൻ ഫ്രം റിഫ്ലക്റ്റിംഗ് സർഫസസ്. ഇപ്പോ ഇത് കണ്ടില്ലേ, സൺ, ഇത് ലൈറ്റ് സോഴ്സ് ആണ്. അപ്പൊ സണ്ണിൽ നിന്നും ലൈറ്റ് റിഫ്ലക്റ്റിംഗ് സർഫസിൽ പതിക്കുന്നു. അതുപോലെ റിഫ്ലക്റ്റിംഗ് സർഫസിൽ നിന്നും ലൈറ്റ് ഇപ്പൊ ഈ പിരമിഡിലേക്ക് പതിക്കുന്നു. ഈ ലൈറ്റ് സോഴ്സിന് ആയിട്ടുള്ള സണ്ണിൽ നേരിട്ട് ഈ പിരമിഡിലേക്ക് പതിക്കുന്നു. ഇത് രണ്ടുമാണ് നമ്മുടെ ഐ കാണുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ടോട്ടൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഫ്രം ലൈറ്റ് സോഴ്സ് പ്ലസ് കോൺട്രിബ്യൂഷൻ ഫ്രം റിഫ്ലക്റ്റിംഗ് സർഫസസ്. പോയിന്റ് സോഴ്സ്. പോയിന്റ് സോഴ്സ് എന്ന് പറയുന്നത് ഒരു സിംപ്ലസ്റ്റ് ലൈറ്റ് എമിറ്റർ ആണ്. ഫോർ എക്സാമ്പിൾ ലൈറ്റ് ബൾബ്. പോയിന്റ് സോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ലൈറ്റ് സോഴ്സ് മോഡലില് ഈ സോഴ്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ആ സീനിലുള്ള പർട്ടിക്കുലർ സീനിലുള്ള ഒബ്ജക്റ്റിന്റെ സൈസിനേക്കാളും ചെറുതായിരിക്കും. ഇനി ഡിസ്ട്രിബ്യൂട്ടഡ് ലൈറ്റ് സോഴ്സ്, ഇവിടെ സോഴ്സ് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ സീനിലെ സർഫസിനേക്കാളും അതിന്റെ സൈസ്, സോഴ്സിന്റെ സൈസ് കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഫ്ലോറസെന്റ് ലാമ്പ്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഒരു ഒപെക് സർഫസിൽ ഒരു ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അതിന്റെ പാർട്ട് റിഫ്ലക്റ്റഡ് ആകുന്നു, കുറച്ച് പാർട്ട് അബ്സോർബ്ഡ് ആകുന്നു. അപ്പൊ അത് നമുക്ക് എന്തെന്ന് പറയാം, I = A+R അല്ലെ. ഒരു ലൈറ്റ് ഒരു ഒപെക് സർഫസിൽ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ കുറച്ച് പാർട്ട് റിഫ്ലക്റ്റ് ആകും ആ ലൈറ്റിന്റെ, അതിൽ കുറച്ച് പാർട്ട് ഈ ഒപെക് സർഫസ് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അപ്പോ എത്ര ആണ് ഈ ഇൻസിഡന്റ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്നത് ആ എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ആ സർഫസ് എന്നത് ബേസ് ചെയ്തിരിക്കും. ഇപ്പൊ ഷൈനിങ് മെറ്റീരിയൽ ആണെങ്കിൽ അത് കൂടുതൽ ലൈറ്റ്
റിഫ്ലക്റ്റ് ചെയ്യുന്നു ഇൻസിഡന്റ് ലൈറ്റ്. ഒരു ഡയൽ സർഫസ് ആണെങ്കിൽ അത് കൂടുതൽ ഇൻസിഡന്റ് ലൈറ്റ് അബ്സർവ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ട്രാൻസ്പെറൻറ്റ് സർഫസുകളാണെങ്കിൽ അത് ഇൻസിഡന്റ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുകയും കുറച്ച് ലൈറ്റ് അത് ആ പർട്ടിക്കുലർ ട്രാൻസ്പെറൻറ്റ് സർഫസിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. ഡിസ്ട്രിബ്യൂട്ടഡ് ലൈറ്റ് സോഴ്സ്. ഇവിടെ എന്താ പറയുന്നത്, ഒരു ലൈറ്റ് ഒരു ഒപെക് സർഫസ് പാർട്ടിൽ ഇൻസിഡന്റ് ചെയ്യുമ്പം അതിന്റെ പാർട്ട് ഓഫ് ദാറ്റ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നു, പാർട്ട് ഓഫ് ഇറ്റ് അബ്സർവ് ചെയ്യുന്നു. ആ സർഫസ് എന്ന് പറയുന്ന റഫ് അല്ലെങ്കിൽ ഗ്രെയിനി ഒക്കെ ആണെങ്കിൽ ഈ റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ് എല്ലാ ഡയറക്ഷനിലും സ്കാറ്റേർഡ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് വിളിക്കാം. ഇനി ഈ ലൈറ്റ് സോഴ്സ് ഒരു ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ ബ്രൈറ്റ് സ്പോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ സ്പെക്കുലർ റിഫ്ലക്ഷൻ എന്ന് വിളിക്കാം. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? പോയിന്റ് സോഴ്സ്. ലൈറ്റ് എമിറ്ററിന്റെ ഒരു സിംപ്ലസ്റ്റ് മോഡലാണ് പോയിന്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ടങ്സ്റ്റൺ ഫിലമെന്റ് ബൾബ്. ഡിസ്ട്രിബ്യൂട്ടഡ് ലൈറ്റ് സോഴ്സ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സോഴ്സിന്റെ ഏരിയ, ലൈറ്റ് വരുന്ന സോഴ്സിന്റെ ഏരിയ എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ സീനിന്റെ സർഫസിന്റെ ഏരിയനേക്കാളും ചെറുതായിരിക്കുകയില്ല. ലൈക്ക് ഫ്ലോറസന്റ് ലൈറ്റ് ഓൺ എനി ഒബ്ജക്റ്റ് ഇൻ എ റൂം. ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. റഫ് ഓർ ഗ്രെയിനി സർഫസിലാണ് ഒരു ലൈറ്റ് വന്ന് പതിക്കുന്നതെങ്കിൽ റിഫ്ലക്ട് ചെയ്യപ്പെടുന്ന ലൈറ്റ് എല്ലാ ഡയറക്ഷനിലേക്കും സ്കാറ്റർ ആകുന്നു. സ്പെക്കുലർ റിഫ്ലക്ഷൻ. ഇത് ലൈറ്റ് സോഴ്സ് highlights or bright spots create ചെയ്യുന്നു, particularly on shiny surfaces than on dull surfaces. Illumination model. ലൈറ്റ് ഇന്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇല്ലുമിനേഷൻ മോഡൽ ഉപയോഗിക്കുന്നത്. എവിടുത്തെ ലൈറ്റ് ഇന്റൻസിറ്റി? ഒരു ഒബ്ജക്റ്റിന്റെ ഒരു സർഫസിലെ ഒരു ഗിവൺ പോയിന്റിൽ ഉള്ള ലൈറ്റ് ഇന്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇല്ലുമിനേഷൻ മോഡൽ ഉപയോഗിക്കുന്നത്. ലൈറ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് സർഫസിന്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്, ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിനിങ് കണ്ടീഷൻ, ലൈറ്റ് സോഴ്സ് സ്പെസിഫിക്കേഷൻ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പൊ ലൈറ്റ് സോഴ്സ് നമുക്ക് പോയിന്റ് സോഴ്സ് എന്ന് പറയാം, സ്പെസിഫൈഡ് വിത്ത് കോർഡിനേറ്റ് പൊസിഷൻ ആൻഡ് ഇന്റൻസിറ്റി വാല്യൂ കളർ. Some of the illumination models are ambient light, diffuse reflection, specular reflection and fog model എന്നൊക്കെ പറയുന്നത്. ഇവിടെ കണ്ടില്ലേ, ലൈറ്റ് സോഴ്സ്, നോർമൽ വെക്ടർ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഡയറക്ഷൻ ഓഫ് ഐഡിയൽ ഓഫ് സ്പെക്കുലർ റിഫ്ലക്ഷൻ ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് വി. ആംബിയന്റ് ലൈറ്റ് ഇതെന്ന് പറഞ്ഞാൽ ഒരു സിംപ്ലസ്റ്റ് ഇല്ലുമിനേഷൻ മോഡലാണ്. ഇവിടെ ഒരു എക്സ്റ്റേണൽ ലൈറ്റ് സോഴ്സ് സെൽഫ് ലൂമിനസ് ഒബ്ജക്റ്റുകളില്ല. ലൈറ്റ് സോഴ്സിനോട് ഡയറക്റ്റ്ലി എക്സ്പോസ് ചെയ്യാത്ത സർഫസ് ആണെങ്കിലും അത് നിയർ ബൈ ഒബ്ജക്ട്സ് ഇല്ലുമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിസിബിൾ ആണ്. കോമ്പിനേഷൻ ഓഫ് ലൈറ്റ് റിഫ്ലക്ഷൻ വേരിയസ് സർഫസസ് ഫോം ചെയ്യുന്നു. ഇത് ഒരു യൂണിഫോം ഇല്ലുമിനേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് നമുക്ക് ആംബിയന്റ് ലൈറ്റ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് എന്ന് പറയാം. ആംബിയന്റ് ലൈറ്റ് എന്ന് പറയുന്നത് ലൈറ്റ് ഇത് ഓൾറെഡി സീനിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന ലൈറ്റിനാണ് നമ്മൾ ആംബിയന്റ് ലൈറ്റ് എന്ന് പറയുന്നത്, ബിഫോർ എനി അഡീഷണൽ ലൈറ്റനിങ് ഈസ് ആഡഡ്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമുക്ക് നാച്ചുറൽ ലൈറ്റ് എന്ന് പറയാം. അതായത് വിൻഡോസിൽ നിന്നും, നമ്മുടെ വിൻഡോ ഇല്ലേ വീട്ടിലെയും കെട്ടിടത്തിലെ വിൻഡോസ് അല്ലെങ്കിൽ ഔട്ട്ഡോഴ്സിൽ നിന്നും വരുന്ന നാച്ചുറൽ ലൈറ്റ്. ഇതെന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആവും, സച്ച് ആസ് നോർമൽ റൂം ലൈറ്റ്സ്. ഫിഗറിനോട് കൊടുത്തിരിക്കുന്ന ആംബിയന്റ് ലൈറ്റുമായി ബന്ധപ്പെട്ട ഇപ്പം നിയർ ബൈ ഒബ്ജക്ട്സിന്റെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഇതൊരു യൂണിഫോം ഇല്ലുമിനേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. വ്യൂവിംഗ് ഡയറക്ഷനും സ്പേഷ്യൽ ഓറിയന്റേഷനും സർഫേസിനും ഇൻഡിപെൻഡന്റ് ആണ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ആംബിയന്റ് ലൈറ്റിന് ഒരു തരത്തിലുള്ള സ്പേഷ്യൽ ഓർ ഡയറക്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സും ഇല്ല. അതുപോലെ തന്നെ ഓരോ ഒബ്ജക്റ്റിലുമുള്ള വന്ന് പതിക്കുന്ന ലൈറ്റ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിന്റെ എല്ലാ സർഫസുകളിലും കോൺസ്റ്റന്റ് ആണ്. അതുപോലെ എല്ലാ ഡയറക്ഷനിലും എല്ലാ സർഫസുകളിലും
ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റിൽ വരുന്ന ലൈറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഈ മോഡലിൽ ഇല്ലുമിനേഷൻ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇല്ലുമിനേഷൻ ഇക്വേഷൻ ഇൻ വേരിയബിൾസ് അസോസിയേറ്റ് വിത്ത് പോയിന്റ് ഓൺ ദി ഒബ്ജക്റ്റ് ബീങ് ഷെയ്ഡഡ്. ആ ഇക്വേഷൻ ആണ് I = KA. I എന്ന് പറയുന്ന റിസൾട്ടിംഗ് ഇന്റൻസിറ്റി ആണ്. KA എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഇൻട്രിൻസിക് ഇന്റൻസിറ്റി. അപ്പൊ എന്താ പറയുന്നത്, ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിന്റെ എല്ലാ സർഫസിലും എല്ലാ ഡയറക്ഷനിൽ നിന്നും വന്ന് പതിക്കുന്ന ലൈറ്റ്, അത് എല്ലാ ഡയറക്ഷനിൽ നിന്നും ഒരുപോലെയാണ് ലൈറ്റ് വന്ന് പതിക്കുന്നതെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? I = IAKA. IA is intensity of ambient light. KA is object's intrinsic intensity. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന് സർഫസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ബൈ KA. The ambient reflection coefficient KA ranges from 0 to 1. Diffuse reflection. ഒരു ഒബ്ജക്റ്റിൽ വന്ന് പതിക്കുന്ന ആംബിയന്റ് ലൈറ്റ് എന്ന് പറയുന്നത് യൂണിഫോംലി ഇല്ലുമിനേറ്റഡ് ആണ് അക്രോസ് ദാറ്റ് സർഫസ്. എങ്കിൽ പോലും ആ ലൈറ്റ് എന്ന് പറയുന്ന ആ ഒബ്ജക്റ്റിന്റെ സർഫസുകളിൽ മോർ ഓർ ലെസ് ബ്രൈറ്റ് ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റിന്റെ സർഫസിന്റെ ആംബിയൻ ലൈറ്റ് വന്ന് പതിക്കുന്ന ആംബിയൻ ഇന്റൻസിറ്റിയുടെ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആയിരിക്കും. സർഫസസ് ആർ റഫ്. ഇൻസിഡന്റ് ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നു വിത്ത് ഈക്വൽ ഇന്റൻസിറ്റി ഇൻ ഓൾ ഡയറക്ഷൻ. സർഫസസ് അപ്പിയർ ചെയ്യുന്നു ഈക്വൽ ബ്രൈറ്റ് ഫ്രം ഓൾ ഡയറക്ഷൻ. അത്തരത്തിലുള്ള സർഫസുകൾ നമുക്ക് ഐഡിയൽ ഡിഫ്യൂസ് റിഫ്ലക്ടേഴ്സ് അല്ലെങ്കിൽ ലാംബർഷിയൻ റിഫ്ലക്ടേഴ്സ് എന്ന് വിളിക്കാം. ഒരു ഒബ്ജക്റ്റില് പോയിന്റ് ലൈറ്റ് സോഴ്സിലൂടെയുള്ള ലൈറ്റ് ആണ് വന്ന് പതിക്കുന്നതെങ്കിൽ ഒരു സിംഗിൾ പോയിന്റിൽ നിന്നും എല്ലാ ഡയറക്ഷനിലേക്കും യൂണിഫോംലി റേസ് എന്യൂമറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒബ്ജക്റ്റിന്റെ ബ്രൈറ്റ്നസ് ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിൽ ബ്രൈറ്റ്നസ് വേരി ചെയ്തിരിക്കും. ലൈറ്റ് സോഴ്സിന്റെ ഡയറക്ഷനും ഡിസ്റ്റൻസും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഒബ്ജക്റ്റിന്റെ കളർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റും ബൈ the color of diffuse reflection of the incident light. Incident light diffuse reflection, color of diffuse reflection ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിന്റെ കളർ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഒരു ഒബ്ജക്റ്റിന്റെ സർഫസ് റെഡ് ആണെങ്കിൽ അവിടെ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ഫോർ റെഡ് കമ്പോണന്റ് ഓഫ് ലൈറ്റ് ആണ് സംഭവിച്ചത്. ആൻഡ് ബാക്കിയുള്ള എല്ലാ കമ്പോണൻസും സർഫസ് അബ്സർവ് ചെയ്യുന്നു. ഡിഫ്യൂസ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ്, ഡിഫ്യൂസ് റിഫ്ലക്റ്റിവിറ്റി KD, ഇത് ഡിഫൈൻ ചെയ്യുന്നു. ഡിഫ്യൂസ്ലി റിഫ്ലക്റ്റ് ആയിട്ടുള്ള ഫ്രാക്ഷണൽ എമൗണ്ട് ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് ആണ് ഈ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റും ഡിഫ്യൂസ് റിഫ്ലക്റ്റിവിറ്റിയും ഡിഫൈൻ ചെയ്യുന്നത്. പാരാമീറ്റർ KD ഇത് റിഫ്ലക്റ്റിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹൈലി റിഫ്ലക്റ്റിംഗ് സർഫസുകളാണെങ്കിൽ KDയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 അടുത്താണ്. ഇപ്പോൾ ഒരു സർഫസ് ആംബിയന്റ് ലൈറ്റ് അതിലേക്ക് എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സർഫസിന്റെ പർട്ടിക്കുലർ പോയിന്റിൽ ഡിഫ്യൂസ് റിഫ്ലക്ഷന്റെ ഇന്റൻസിറ്റി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ്? I am diff = KD.IA. IA എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് ആംബിയന്റ് ലൈറ്റ് ആണ്. N എന്ന് പറയുന്ന ഒരു സർഫസിന്റെ യൂണിറ്റ് നോർമൽ വെക്ടർ ആണ്. L എന്ന് പറയുന്നത് യൂണിറ്റ് ഡയറക്ഷൻ വെക്ടർ ആണ്. ഒരു പോയിന്റ് ലൈറ്റ് സോഴ്സിന്റെ ഫ്രം എ പൊസിഷൻ ഓൺ ദി സർഫസ് അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ എന്ന് പറയുന്നത് =N.L, ലാംബേർഷ്യൻ കൊസൈൻ ലോ. അതുപോലെ തന്നെ ഒരു സിംഗിൾ പോയിന്റ് സോഴ്സ് ഇല്ലുമിനേഷന്റെ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് IL, diff KD.IL cos theta =KD IL N.L. ഇവിടെ IL ഉദ്ദേശിക്കുന്നത് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് സോഴ്സ്, KD എന്ന് പറയുന്നത് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ്, N എന്ന് പറയുന്നത് സർഫസ് നോർമൽ യൂണിറ്റ് വെക്ടർ, L എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് ലൈറ്റ് സോഴ്സ് യൂണിറ്റ് വെക്ടർ. അപ്പോൾ നമുക്ക് ആംബിയന്റും പോയിന്റ് സോഴ്സ് ഇന്റൻസിറ്റിയും കമ്പൈൻ ചെയ്യാം. എന്നിട്ട് ഒരു എക്സ്പ്രഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട്. എന്തിനു വേണ്ടിയുള്ള? ടോട്ടൽ ഡിഫ്യൂസ് റിഫ്ലക്ഷന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ നമുക്ക് അതിന്റെ ഇക്വേഷൻ ടോട്ടൽ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എങ്ങനെ എഴുതാം? I
diff equal to kd dot ia plus kd il bracket n dot l. Lambert's cosine law. Ambient light മൂലമുള്ള ഇന്റൻസിറ്റി ഓഫ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് IA diff equal to KALA ആണ്. അപ്പോൾ ഒരു സ്മോൾ സർഫസ് ആയിട്ടുള്ള DA, അതിൽ നിന്നുമുള്ള റേഡിയന്റ് എനർജി ഇതെന്ന് പറയുന്നത് സർഫസ് നോർമലിന് റിലേറ്റീവ് ആണ്. ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു കോസ് തീറ്റ. ബ്രൈറ്റ്നസ് ആംഗിൾ തീറ്റയായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ബിറ്റ്വീൻ ലൈറ്റ് ഡയറക്ഷൻ L ആൻഡ് സർഫസ് നോർമൽ N. ഇപ്പൊ ലൈറ്റ് ഇന്റൻസിറ്റി നമുക്ക് ആൽഫ കോസ് തീറ്റ എന്ന് പറയാം. ഇപ്പോൾ IL എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് പോയിന്റ് ലൈറ്റ് സോഴ്സ്, KD എന്ന് പറയുന്നത് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ്. ദെൻ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ഫോർ എ സിംഗിൾ പോയിന്റ് സോഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? IP diff equal to KD IL cos theta. IP diff equal to KD IL n minus L. ഇപ്പോൾ ടോട്ടൽ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് I diff എന്ന് പറയുന്നത് ഡിഫ് ഡ്യൂ ടു ആംബിയന്റ് ലൈറ്റ് പ്ലസ് ഡിഫ് ഡ്യൂ ടു പോയിന്റ് സോഴ്സ്. I diff equal to IA diff plus IP diff. I diff equal to KA IA plus KD